മറ്റേ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റുകളുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണൻദേവൻ, ടാറ്റയുടെ കണ്ണൻദേവൻ പ്ലാന്റേഷന് ധാരാളം സ്ഥലം അവിടെ ഉണ്ട്. 2000-3000 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വേഗത്തിൽ ഈ സ്ഥലം അക്വയർ ചെയ്യാൻ സാധിക്കും. ആ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് എത്രയും വേഗം ഈ ബെനിഫിഷ്യറികളുടെ ലിസ്റ്റും നമുക്ക് ഈ സ്ഥലവും വിട്ടു നൽകിയാൽ ഏതാണ്ട് 180 ദിവസം, ഒരു 6 മാസം കൊണ്ട് ഈ വീടുകൾ മുഴുവൻ പണി പൂർത്തിയാക്കി താക്കോല് കൊടുക്കാൻ നമുക്ക് കഴിയും. വീട് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരല്ലോ, അവർക്ക് തുടർന്ന് ജീവിക്കണ്ടേ. അതിനുള്ള സംവിധാനം കൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് ഒരു മാർഗം എന്നുള്ള നിലയിൽ അവിടെ ഈ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. ഇപ്പം വയനാടിൻ്റെ മൂന്നാർ എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനുള്ളൊരു സാധ്യത ഇവിടെ കണ്ടുകൊണ്ട് ഈ വീടുകൾ 2 നിലയുള്ള വീടുകൾ പണിയാൻ തീരുമാനിച്ചു. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു ഹോളും ഓപ്പൺ കിച്ചണുമാണ്. അവിടെ കുടുംബത്തിലെ ആളുകൾ താമസിക്കാം. മുകൾ വശം വാടകയ്ക്ക് ഈ ഹോം സ്റ്റേ സംവിധാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അവരുടെ ഒരു മാസം ഒരു 45,000 രൂപയോളം ഓരോ കുടുംബത്തിനും കിട്ടാവുന്ന രൂപത്തിൽ, ഒരു ദിവസം ഒരു 3000 രൂപ എന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ ഒരു 15 ദിവസമെങ്കിലും ആളുകൾ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് HRDSൻ്റെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ഒരു പദ്ധതിയാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൊടുത്തത്. നമസ്കാരം. ദുരന്തം തകർത്തെറിഞ്ഞ വയനാടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തുകൊള്ളാം, HRDS ഒറ്റയ്ക്ക് ചെയ്തുകൊള്ളാം. ആരുടെയും 5 പൈസ ഞങ്ങൾക്ക് വേണ്ട, ആരോടും ഞങ്ങൾ 5 പൈസ സംഭാവന സ്വീകരിക്കില്ല. വയനാടിൽ എത്ര വീടുകൾ വേണോ അത്രയും വീടുകൾ ഞങ്ങൾ ചെയ്തു തരാം, അതായത് ഞങ്ങൾ നിർമ്മിച്ചു തരാം. എത്ര സ്കൂളുകൾ വേണോ അത്രയും സ്കൂളുകൾ ഞങ്ങൾ നിർമ്മിച്ചു തരാം. ഇതിന് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും 5 പൈസ വേണ്ട, ഞങ്ങൾ ആരോടും 5 പൈസ ഇക്കാര്യത്തിൽ പിരിക്കുകയുമില്ല. HRDSന്റെ മേധാവിയായ അജിത് കൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ്. ഇതിന്റെ കൃത്യമായ രൂപരേഖ അജിത് കൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചതായി തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആദിവാസികളുടെ ക്ഷേമത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് HRDS. എന്നാൽ HRDSനെ കുറിച്ച് കേരളീയർ കൂടുതലായി അറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രതിയായ അല്ലെങ്കിൽ പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷിന് ജയിൽവാസത്തിന് ശേഷം ഒരു ജോലി നൽകിയ സ്ഥാപനം എന്ന രീതിയിലാണ് HRDS കേരള സമൂഹത്തിൽ കൂടുതലായി അറിയപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഒഡീഷയിലടക്കം ഏതാണ്ട് 1000 വീടുകളാണ് HRDS നിർമ്മിച്ചു നൽകുന്നത്. തികച്ചും നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങളിലൂടെ ആദിവാസികളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന HRDSന്റെ മേധാവിയായ അജിത് കൃഷ്ണൻ പറയുന്നു, വയനാട്ടിൽ തകർത്തെറിയപ്പെട്ട ദുരന്ത മേഖലയിൽ എന്തൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യം, ഇതെല്ലാം HRDS നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യാം. ആരുടെയും 5 പൈസ ഞങ്ങൾ പിരിക്കില്ല, ഇതിനുവേണ്ടി ആരോടും കൈനീട്ടി സംഭാവനയ്ക്കും പോകുന്നില്ല. സർക്കാരിന് ഇതിന്റെ കൃത്യമായ രൂപരേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അനുമതി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്ര വീടുകളാണോ ആവശ്യം അത്ര വീടുകളും സ്കൂളുകൾ അടക്കമുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം HRDSന്റെ മേൽനോട്ടത്തിൽ HRDSന്റെ ചെലവിൽ HRDS നിർമ്മിച്ചു നൽകും എന്നാണ് അജിത് കൃഷ്ണൻ പറഞ്ഞത്. 2 കിടപ്പുമുറിയും ഹാളും അടുക്കളയും അതിഥിമുറിയും വരാന്തയും ശുചിമുറിയും ഉൾപ്പെടെയുള്ള പ്ലാനാണ് ഇപ്പോൾ അജിത് കൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന സ്ഥലം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കണ്ടെത്തി കൊടുക്കണം. വീടും അനുബന്ധ ചെലവുകളുമെല്ലാം HRDS നിർവഹിക്കുന്നതാണ്. അതുപോലെ കളിസ്ഥലങ്ങളും കുടിവെള്ള പദ്ധതികളും എല്ലാം ഈ HRDS നേരിട്ട് നൽകും എന്നാണ് പറയുന്നത്. വീടിനോടനുബന്ധിച്ച് അതിഥിമുറി വച്ചു നൽകും എന്ന് പറയുമ്പോൾ ടൂറിസം മേഖലയായി അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന വയനാടിനെ സംബന്ധിച്ചിടത്തോളം, ദുരന്തം തകർത്തെറിയപ്പെട്ട വയനാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു അധിക വരുമാനം നേടുവാനുള്ള മാർഗമായി തീരും. ടൂറിസ്റ്റുകൾ ഇനി വരുമ്പോൾ അവരെ തങ്ങളുടെ വീട്ടിലെ അതിഥി മുറിയിൽ താമസിപ്പിക്കുകയാണെങ്കിൽ അതിലൂടെ ഒരു അധിക വരുമാനം വീട്ടുകാർക്കുണ്ടാകും. അത് പിന്നീട് ശാശ്വതമായ ഒരു വരുമാനമായി മാറും എന്ന് തന്നെയാണ് ഇതിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാണ് അജികൃഷ്ണൻ പറയുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഗുണഭോക്താക്കളെ സർക്കാർ തന്നെ കണ്ടെത്തി നിശ്ചയിച്ചു കൊടുക്കണം. അതുപോലെ വീട് വയ്ക്കുന്നതിന് ആവശ്യമായ സ്ഥലവും സർക്കാർ നൽകണം എന്നാണ് അജികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അജികൃഷ്ണൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ HRDSന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പ്രസിഡന്റ് സ്വാമി ആത്മാനന്ദയുടെ ബ്രസീലിലെ ആശ്രമത്തിൽ അവിടുത്തെ ഡിവോട്ടീസുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നു, നമുക്ക് അവിടെ വേണ്ട വീടുകൾ നഷ്ടപ്പെട്ടൊരു ഉദ്ദേശം ഏതാണ്ട് മുണ്ടകൈ ഈ ചേർന്നമല പ്രദേശങ്ങളിൽ 2 ഗ്രാമങ്ങൾ
പൂർണ്ണമായിട്ടും നശിച്ചുപോയി. അപ്പോൾ അവിടെ വീടുകൾ പോയ ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകാം എന്നുള്ളൊരു പദ്ധതി നമ്മൾ ആലോചിച്ചു. അതിന് വേണ്ടുന്ന സഹായങ്ങൾ അവർ അവിടെ നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അവിടെ വീടുകൾ ആവശ്യമായ മുഴുവൻ പേർക്കും 500 അല്ലെങ്കിൽ 600 700 എത്ര നമുക്ക് ഗവൺമെൻറ് അതിൻ്റെ കണക്ക് തരുന്നതനുസരിച്ച് നമ്മൾ അത്രയും വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ളൊരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിനോട് വളരെ പൂർണ്ണമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വേണ്ടത് ഗവൺമെൻറ് തലത്തിൽ ഇത് സ്ഥലം ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്ഥലം വാങ്ങാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ലല്ലോ. മറ്റേ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റുകളുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണൻദേവൻ, ടാറ്റയുടെ കണ്ണൻദേവൻ പ്ലാന്റേഷന് ധാരാളം സ്ഥലം അവിടെ ഉണ്ട്. 2000-3000 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വേഗത്തിൽ ഈ സ്ഥലം അക്വയർ ചെയ്യാൻ സാധിക്കും. ആ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് എത്രയും വേഗം ബെനിഫിഷ്യറികളുടെ ലിസ്റ്റും നമുക്ക് ഈ സ്ഥലവും വിട്ടു നൽകിയാൽ ഏതാണ്ട് 180 ദിവസം, ഒരു 6 മാസം കൊണ്ട് ഈ വീടുകൾ മുഴുവൻ പണി പൂർത്തിയാക്കി താക്കോല് കൊടുക്കാൻ നമുക്ക് കഴിയും.